ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയോടനുബന്ധിച്ച് കണ്ണൂരിലെത്തിയ NDA ചെയർമാൻ കെ സുരേന്ദ്രൻ പറശ്ശിനിക്കടവ് മുത്തപ്പനെ വണങ്ങി ശേഷം തയ്യിലെത്തുന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളുടെ കൂടെ പ്രഭാത ഭക്ഷണം കഴിക്കും. തുടർന്ന് ജില്ലയിലെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, കാസർഗോഡ് പദയാത്ര ആരംഭിച്ച അന്നു മുതൽ ആവേശോജ്വലമായ ഒരു സ്വീകരണമാണ് ലഭിച്ചത്. ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കണ്ണൂരിൽ യാത്ര? രജനി, രാവിലെ തുടങ്ങിയ യാത്രയാണ്. അതിപ്പോൾ തയ്യിൽ എത്തി നിൽക്കുകയാണ്. തയ്യിൽ പ്രഭാത ഭക്ഷണമായിരുന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം സുരേന്ദ്രൻ വിവിധ വീടുകൾ സന്ദർശിക്കുകയാണ്. ഇവിടെയുള്ള വീടുകളും ആളുകളെയൊക്കെ സന്ദർശിച്ചുകൊണ്ട് അവരുടെ പരാതികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതികളൊക്കെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഈ തെരുവീതികളിലൂടെ നടന്നുകൊണ്ട് ഈ തയ്യിൽ എന്ന് പറയുന്ന തൊഴിലാളികളുടെ ഇടമാണ്. ആ മത്സ്യത്തൊഴിലാളികളുടെ ഇടത്തുകൂടിയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അതായത് വിവിധ ആളുകളെ കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ, BJPയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ പുതിയ കേരളം എന്നുള്ളതാണ്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നുള്ളതാണ്. ഇത്രയും നാൾ ഭരിച്ചുകൊണ്ടുവന്ന ഇടതു വലത് പാർട്ടികളുടെ ഒക്കെ പൊള്ളത്തരങ്ങൾ വിളിച്ച് പുറത്ത് കാണിച്ചുകൊണ്ട് BJP ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഓരോ വീടുകൾ കയറിയും, അതായത് പ്രഭാത ഭക്ഷണം അടക്കം സാധാരണ ജനങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ പ്രവർത്തികൾ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരോട് അവയൊക്കെ വിവരിച്ചുകൊണ്ട് ഈ ഒരു എല്ലാ വീടുകളും കയറി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമുക്ക് നേരത്തെ പറയേണ്ടത് തന്നെ ഉജ്ജൽ യോജന അടക്കം പദ്ധതികൾ അല്ലെങ്കിൽ കുടിവെള്ള പദ്ധതികൾ, എല്ലാ വീടുകളിലുമുള്ള കുടിവെള്ള പദ്ധതികൾ, വൈദ്യുതി കണക്ഷൻ, ഇവയെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെതാക്കി തീർക്കുവാനുള്ള ഒരു ശ്രമം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് തന്നെയും പ്രധാനമന്ത്രി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നത്. ആ ഒരു മോദി സർക്കാർ വന്ന് 10 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ഈ പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയെല്ലാം കേരള സർക്കാരിൻ്റെ ആണെന്നുള്ള ബാധിച്ചു തീർക്കുവാനുള്ള കേരള സർക്കാരിന്റെ വ്യഗ്രത അത് തുറന്നു കാട്ടുക കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ചെയ്യുന്നത്. അതായത് മോദി സർക്കാരിന്റെ പദ്ധതികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്കുള്ള പദ്ധതികളാക്കുക. അതായത് പണ്ട് മുതൽ ഇവിടെ വികസന പദ്ധതികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ മോദി സർക്കാർ വന്നതിന് ശേഷം സാധാരണ ജനങ്ങളിലേക്ക് കൂടി വികസന പദ്ധതികൾ എത്തുന്നു. മാത്രമല്ല പത്മ പുരസ്കാരം പോലുള്ള പുരസ്കാരങ്ങൾ അടക്കം സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നു. അതായത് ചെറുവയൽ രാമനടക്കം അല്ലെങ്കിൽ കണ്ണൂരുള്ള തെയ്യം കലാകാരനടക്കം ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് പത്മ പുരസ്കാരവും അതുപോലുള്ള മറ്റ് പുരസ്കാരങ്ങൾ എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആവേശകരമായിട്ടുള്ള ഒരു യാത്രയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ ഒപ്പം ഇങ്ങനെയുണ്ട്. നമ്മുടെ വളരെ വലിയ ഒരു ജനങ്ങളുടെ പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ കടലോര മേഖലയിലെ സാധാരണ വീടുകളിലാണ് ഇന്ന് കാലത്ത് വന്നത്. രാവിലെ പറശ്ശിനിക്കടവിലെ ദർശനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കടപ്പുറത്താണ് ഇന്നത്തെ പ്രഭാത ഭക്ഷണം. ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നരേന്ദ്രമോദിജിയിലുള്ള വിശ്വാസ്യത അവർ പ്രകടിപ്പിക്കുകയാണ്. വലിയ പിന്തുണയാണ് കേരള പദയാത്രയ്ക്ക് എല്ലായിടത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂരിലെത്തിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തോതിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, ഓരോ വീടുകളിലും ഞങ്ങൾക്ക് വളരെ നരേന്ദ്രമോദി എന്നുള്ള ഒരു വികാരം വളരെ ശക്തമായിട്ട് കേരളത്തിൽ അലയടിക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉയരാൻ പോകുന്നത്. സ്ത്രീകളടക്കമുള്ള ആൾക്കാർ പറയുന്നു മോദിയുടെ നിരവധി ക്ഷേമ പദ്ധതികൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഇനിയും ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കണമെങ്കിൽ മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് മോദിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ആവശ്യമായിട്ട് ജനങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവിടെ ഈ കടലോര മേഖലകളിലെല്ലാം കടൽ ഭിത്തി കെട്ടാത്തതിൻ്റെ പേരിലും മറ്റ് നിരവധി വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞു വെച്ചതിൻ്റെ പേരിലും ജനങ്ങളാകെ രോഷാകുലരാണ്. മാറി ഭരിക്കുന്ന LDF UDF സർക്കാരുകൾ കടലോര മേഖലയോട് വലിയ അനീതിയാണ് കാണിക്കുന്നത്. അതേസമയം നരേന്ദ്രമോദി സർക്കാർ കടലോര മേഖലയിൽ വലിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മത്സ്യസമ്പദ യോജന പോലുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ സംസ്ഥാന ഭരണകൂടം
ഭരണകൂടങ്ങൾ പരാജയപ്പെടുന്നു. ഇവിടെ മത്സ്യഫെഡ് അടക്കമുള്ള വെള്ളാനകൾ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല പദ്ധതികളിലും മറ്റും അഴിമതി വലിയ തോതിൽ നടത്തുന്നു എന്നുള്ള ആക്ഷേപം മത്സ്യത്തൊഴിലാളികൾക്കിടയിലുണ്ട്. ഇതിനെല്ലാം പരിഹാരമായി അവർ കാണുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വമാണ്. കേരളവും മോദിയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. സാറേ, അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് വരുന്നുണ്ടെങ്കിലും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇവിടെ കേരള സർക്കാർ ഒരു മടി കാണിക്കുന്നുണ്ട്. മാത്രമല്ല പല പദ്ധതികളും അവരുടേതായിട്ടുള്ള ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യഫെഡ് വഴി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അത് മുഴുവൻ മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായിട്ടുള്ള കേന്ദ്ര പദ്ധതികളാണ്. മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫിഷറീസ് മന്ത്രാലയം ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. അതുവരെ കൃഷി വകുപ്പിന്റെ കീഴിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. ഇന്നിപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇത്തവണത്തെ ബജറ്റിൽ മാത്രം ഏതാണ്ട് 6000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഫിഷറീസ് മേഖലയിൽ മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു കാര്യം നമ്മുടെ സഹകരണ തട്ടിപ്പ് പോലെ ഈ മത്സ്യ മേഖലയിൽ മത്സ്യഫെഡാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വെള്ളാന. അവരുടെ CPMന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ അത് സാധാരണക്കാർക്ക് എത്തിക്കുന്നതിൽ അവർ താല്പര്യം കാണിക്കുന്നില്ല. മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നത്. അതിൻ്റെ വേവലാതിയും പരാതിയും ഞങ്ങൾക്കിവിടെ വളരെ ശക്തമായിട്ട് കാണാൻ കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികൾ പലതും കേരളത്തിൽ അട്ടിമറിക്കുന്നു എന്നുള്ള ആക്ഷേപം വളരെ വസ്തുതാപരമായിട്ട് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കാനാണ്. അതുപോലെ തന്നെ കണ്ണൂർ കർഷക ആത്മഹത്യ കൂടി വരികയാണ്. കഴിഞ്ഞ മാസം അടക്കം ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെപ്പറ്റി ഒരു കർഷകർക്ക് ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ഇവരുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അത് ഇവർ പിടിച്ചു വെക്കുകയാണ്. ഇപ്പം നെൽകർഷകന്റെ കാര്യത്തിൽ 75% സംഭരണ വിലയും കൊടുക്കുന്നത് മോദി സർക്കാരാണ്. 25% ഇവർ കൊടുക്കേണ്ടത്. ഇവരെ കാശില്ലാത്തത് കൊണ്ട് ഇവർ പോയിട്ട് ലോൺ എടുക്കാൻ പറയുകയാണ്. അങ്ങനെ ലോൺ എടുത്ത് സർക്കാർ ഉറപ്പില്ലാത്തത് കൊണ്ട് വായ്പ അവർക്ക് സിബിൽ മൈനസ് ആവുകയാണ്. അപ്പോൾ അവർക്ക് പിന്നെ ലോൺ കിട്ടില്ല. അപ്പോൾ അവരുടെ തുടർ കൃഷി നടക്കില്ല. അത് തന്നെയാണ് ഈ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ക്ഷീര കർഷകൻ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ നോക്കിയാൽ അറിയാം, നരേന്ദ്രമോദി സർക്കാർ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്തിന് ശേഷം വലിയ തോതിൽ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സഹകരണ ബാങ്കുകൾ വഴിയും കൃഷി വകുപ്പുകൾ വഴിയുമാണ് ഈ ക്ഷീര കർഷകരുടെ ആനുകൂല്യങ്ങളെല്ലാം കർഷകർക്ക് കിട്ടുന്നത്. ഒരു ക്ഷീര കർഷകന് ഒരു പശു ഉണ്ടെങ്കിൽ രണ്ട് ചാക്ക് കാലിത്തീറ്റ സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ക്ഷീര കർഷകന് തൊഴുത്തിൽ മാറ്റിടാനുള്ള സൗജന്യം, ക്ഷീര കർഷകന് കറവയന്ത്രം മോദി സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ഇതിലെല്ലാം തന്നെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ കേരള സർക്കാർ ഇത് പൂഴ്ത്തിവെക്കുകയാണ്. അതല്ലെങ്കിൽ അവർക്ക് കാശില്ലാത്തത് കൊണ്ട് അവരുടെ വീതം വെക്കാനില്ലാത്തത് കൊണ്ട് എല്ലാം അട്ടിമറിക്കുകയാണ്. ഇപ്പം തന്നെ ക്ഷീര കർഷകരുടെ പാലുൽപാദനം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ പാലിൻ്റെ വില വർദ്ധിക്കുമ്പോഴും അതിൻ്റെ ആനുപാതികമായ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. കർഷകർ കടക്കണിയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്ഷീര കർഷകൻ ആത്മഹത്യ ചെയ്തത്. ഇതിനെല്ലാം ഉത്തരവാദി സംസ്ഥാന ഗവൺമെൻറ്റാണ്. പക്ഷേ മോദി സർക്കാർ ഈ മേഖലകളിലെല്ലാം തന്നെ വലിയ പാക്കേജുകൾ ഓരോ സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ്. പക്ഷേ അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് ദയനീയമായി പരാജയപ്പെടുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഇവിടെയുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്, അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് LDF UDF ഒരു സഖ്യകക്ഷിയായിട്ട് അതെ, ഇന്നിപ്പോൾ CPMന്റെ ഇത് വന്നിരിക്കുകയാണല്ലോ. കാരണം സ്വാധീനമുള്ള സ്ഥലങ്ങളിലും സഖ്യത്തിലേക്ക് പോകണമെന്നാണ് അവർ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പിന്നീട്. ഓക്കെ, തീർച്ചയായും സമയക്കുറവുണ്ട്, അദ്ദേഹത്തിന് സമയക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ കഴിയില്ല. ഇതിനാൽ തന്നെയും വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണയാണ് ഈ മോദി സർക്കാരിനടക്കം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്തെ ഒരു പിന്തുണയാണ് അതിന്റെ അതായത് സാധാരണ ജനങ്ങളുടെ ഒപ്പം ചേരുന്നു, സാധാരണക്കാരോട് ഒപ്പം നിൽക്കുന്നു. അത്തരത്തിൽ സാധാരണ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രവർത്തനങ്ങളെ എല്ലാം നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് മത്സ്യത്തൊഴിലാളികളുടെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മത്സ്യഫെഡിന്റെ അടക്കമുള്ള താളം തെറ്റിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നേരിട്ട് തന്നെ വന്നുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ കാര്യങ്ങൾ വിലയിരുത്തുവാനുമാണ് അദ്ദേഹം അതിലുള്ളത്. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കടൽ ഭിത്തികൾ കെട്ടിക്കൊടുക്കുന്നതിൽ കേരള സർക്കാർ ഒരു പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവയെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് എന്താണ് ഇവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പദയാത്ര ഏകദേശം 3 മണിയോടെയാണ് നമ്മുടെ പദയാത്ര ആരംഭിക്കുക. പ്രശസ്ത നടനും അതുപോലെ തന്നെ മുൻ MP-യുമായിട്ടുള്ള സുരേഷ് ഗോപിയാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം 25,000-ഓളം ആളുകൾ ഈ പദയാത്രയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജനി, ശരി, മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇന്ന് കണ്ണൂരിലാണ് പദയാത്ര. വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ മുൻ MP സുരേഷ് ഗോപി പദയാത്ര ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കണ്ണൂർ തയ്യിൽ മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളുടെ വീടുകളടക്കം സന്ദർശിച്ച ശേഷം അദ്ദേഹം മടങ്ങുന്ന ദൃശ്യങ്ങൾ ജനം TVയോട് പ്രതികരിക്കുകയുമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ. വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു അർജുൻ PS.